എക്സാമിനേഷൻ ഹാളിൽ നിന്ന് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്കിതിന്റെ ആൻസർ അറിയാമായിരുന്നു, ഞാൻ ഇന്നലോട് പഠിച്ചതാണല്ലോ, എന്താ ഇപ്പൊ ഞാൻ മറന്നുപോയത്? ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതി, ബട്ട് അതിന്റെ യൂണിറ്റ് എഴുതാൻ വിട്ടുപോയി. പെയിൻഫുൾ റൈറ്റ്? മിക്ക കുട്ടികൾക്കും മാർക്സ് നഷ്ടമാകുന്നത് അവർ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ദേ ലൂസ് മാർക്സ് ബിക്കോസ് ഓഫ് ടൈനി മിസ്റ്റേക്സ്. കുഞ്ഞു സില്ലി മിസ്റ്റേക്സ് കാരണമായിരിക്കും അവർക്ക് ഈ മാർക്സ് ഒക്കെ നഷ്ടമായി പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 10 biggest exam day mistakes ആണ് that secretly steal your marks. More importantly, ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നും കൂടി പറയുന്നുണ്ട്. So let's begin. Mistake number 1. I will sleep later. എക്സാമിന് തലേ ദിവസം രാത്രി ഒരു 11 PM നമ്മൾ കരുതും ഒരു ചാപ്റ്റർ കൂടെ പഠിച്ചു തീർക്കാനുണ്ട്, ഇന്ന് പഠിച്ചിട്ട് കിടക്കാം. 12 മണിയാകും, 1 മണിയാകും, 2 മണിയാകും. ബട്ട് ഒരു പാരഗ്രാഫ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നുണ്ട്, ബട്ട് നമ്മുടെ ബ്രെയിനകത്തോട്ട് ഒന്നും കയറുന്നുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഒരു അക്കാഡമിക് സോംബിയായി മാറിക്കഴിഞ്ഞു. ഒരു ടയേർഡ് ബ്രെയിനിന് ഒരിക്കലും ഒന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വേസ്റ്റിംഗ് ടൈം, ഇറ്റ്സ് ആക്ച്വലി റീചാർജിങ് യുവർ ബ്രെയിൻ. സോ പ്ലീസ് എക്സാമിന് തലേ ദിവസം നിങ്ങളുടെ സ്ലീപ്പിന് ഒട്ടും തന്നെ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. മിസ്റ്റേക്ക് നമ്പർ 2. സ്റ്റഡിങ് ന്യൂ ടോപ്പിക്സ് ഓൺ എക്സാം മോർണിംഗ്. എക്സാം തുടങ്ങാൻ ഇനി 3 മണിക്കൂറും കൂടി ബാക്കി കാണത്തുള്ളൂ. അന്നേരം ആയിരിക്കും ഓർമ്മ വരുന്നത്, ഒരു ചാപ്റ്റർ ഞാൻ ഇതുവരെ തുറന്ന് നോക്കിയിട്ടേ ഇല്ല, 1 വർഷം കഴിഞ്ഞ് ഇതുവരെ പഠിച്ചിട്ടില്ല, ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചു നോക്കാമെന്ന്. A big no, please. എക്സാം മോർണിംഗ് ഒരു പുതിയ കാര്യവും പഠിക്കാനുള്ളതല്ല. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ക്വിക്ക് റിവിഷൻ. എന്താണോ നിങ്ങൾക്ക് അറിയാന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, അത്ര മാത്രം. ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ, റിവൈസ് വാട്ട് യു നോ. മിസ്റ്റേക്ക് നമ്പർ 3. അറൈവിംഗ് ലൈക്ക് യു ആർ ഇൻ എൻ ആക്ഷൻ മൂവി. ചില കുട്ടികളെ കണ്ടിട്ടുണ്ടോ, എക്സാം തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുന്നേ ആയിരിക്കും എക്സാമിനേഷൻ ഹാളിൽ എത്താം. ഓടി കിതച്ച് വേർത്ത് ടെൻഷൻ അടിച്ച്. എന്തിനാ അത്? എക്സാം ഹാളിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് നേരത്തെയെങ്കിലും എത്താം, സമാധാനത്തോടെ ഇരിക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്ത് കാമായിട്ട് ഇരിക്കാം. ബിക്കോസ് എ കാം ബ്രെയിൻ തിങ്സ് ക്ലിയർലി. മിസ്റ്റേക്ക് നമ്പർ 4. സ്റ്റാർട്ടിങ് വിത്തൗട്ട് റീഡിംഗ് ദ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും, ടീച്ചർ പറയും സ്റ്റാർട്ട്, ആൻഡ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അങ്ങ് എഴുതി തുടങ്ങും. പ്ലാനിങ് ഇല്ല, റീഡിംഗ് ഇല്ല, വെറും സ്പീഡ് മാത്രം. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അതിൽ ഈസി ക്വസ്റ്റ്യൻസ് നോക്കുക, എന്തൊക്കെയാണെന്നുള്ളത്, ഡിഫിക്കൽട്ട് വൺസിനെ ഐഡന്റിഫൈ ചെയ്യുക, ഒരു കുഞ്ഞു ഗൂഗിൾ മാപ്പ് പോലെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കാണും ഏതാണ് ഈസി ക്വസ്റ്റ്യൻസ്, ഏതാണ് ഡിഫിക്കൽട്ട് എന്നുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 5. നോ പ്ലാനിങ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നല്ലോണം അറിയായിരിക്കും, അത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ബട്ട് നമ്മൾ ഒരുപാടധികം എഴുതും. ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കി കാണത്തുള്ളൂ. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം ആദ്യം സ്കാൻ ചെയ്യുക, അതിനുശേഷം ഓരോ സെക്ഷന് എത്ര മിനിറ്റ് വേണം എന്നുള്ളതൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കാം. സെക്ഷൻ എ 10 മിനിറ്റ്സ്, സെക്ഷൻ ബി 20 മിനിറ്റ്സ്. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ഓരോ സെക്ഷനും ടൈം ഡിവൈഡ് ചെയ്ത് വെക്കാം. ഞാൻ ഇത്ര ടൈമിലായിരിക്കും ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഫൈനൽ 10 മിനിറ്റ്സ് എപ്പോഴും ലീവ് ചെയ്യുക, ബിക്കോസ് ആ 10 മിനിറ്റ്സിൽ ആൻസേഴ്സ് എല്ലാം ഒന്ന് ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം നല്ലോണം റിവൈസ് ചെയ്യാനുള്ള മിനിറ്റ് ആയിരിക്കണം ലാസ്റ്റ് 10 മിനിറ്റ്സ്. മിസ്റ്റേക്ക് നമ്പർ 6. ഫൈറ്റിംഗ് വിത്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരിക്കും ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോട്ടീസ് ചെയ്യും. നമ്മൾ ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം, എന്ത് ചെയ്യും എന്നൊക്കെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബിക്കോസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുവാണെങ്കിൽ അതിനെ ഒരു സ്റ്റാർ മാർക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയതിനു ശേഷം മാത്രം ആ ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റിൽ അറ്റൻഡ് ചെയ്യുക. അതിനെ ആലോചിച്ച് ടൈം കളയാണ്ടിരിക്കുക. മിസ്റ്റേക്ക് നമ്പർ 7. റീഡിംഗ് ടു ഫാസ്റ്റ്. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം സ്പീഡിലായിരിക്കും വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് വേർഡ് മിസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പേപ്പറിൽ കാണും ആൻസർ എനി 3 എന്ന്, ബട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലെ എല്ലാ 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടൈം ആവശ്യമില്ലാതെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ കാണും വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് കറക്റ്റ് എന്ന്. അപ്പൊ നമ്മൾ ആ നോട്ട് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ആ ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ എന്ത് പറ്റും, നിങ്ങളുടെ മാർക്സ് അവിടെ ഡൗൺ ആകും. സോ സ്ലോ ഡൗൺ, റീഡ് കെയർഫുള്ളി. ഓരോ ക്വസ്റ്റ്യനിലുള്ള ഇമ്പോർട്ടന്റ് വേർഡ്സിനെ അണ്ടർലൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നോട്ട്, എക്സെപ്റ്റ്, കമ്പയർ, അറ്റ്ലീസ്റ്റ്, ഇങ്ങനത്തെ വേർഡ്സിനെയൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മിസ്റ്റേക്ക് നമ്പർ 8. മെസ്സി പ്രസന്റേഷൻ. ഇമാജിൻ നിങ്ങളൊരു എക്സാമിനർ ആണെന്ന്. നിങ്ങൾക്ക് ഏകദേശം ഹൺഡ്രഡ്സ് ഓഫ് പേപ്പേഴ്സ് ആയിരിക്കും ഒരു ദിവസം കറക്റ്റ് ചെയ്യാനുള്ളത്.
നിങ്ങളുടെ കണ്ണുകൾ ആകെ തളർന്നിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഒരു നീറ്റ് ആയിട്ടുള്ളൊരു പേപ്പർ കയ്യിൽ കിട്ടുക. നല്ല ക്ലിയർ ഹാൻഡ് റൈറ്റിംഗ്, പ്രോപ്പർ ആയിട്ട് സ്പേസിംഗ് കാണും, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ടായിരിക്കും ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കുക, ഡയഗ്രാംസ് എല്ലാം നീറ്റ്ലി ലേബിൾഡ് ആയിരിക്കും. അങ്ങനത്തെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് കാണത്തില്ല. എക്സാക്ട്ലി. സോ പ്രസന്റേഷൻ മാറ്റേഴ്സ്. നിങ്ങളുടെ ആൻസേഴ്സ് നല്ല ക്ലിയർ ആയിട്ട് എഴുതാം. ബിക്കോസ് ആ എക്സാമിനർ അത് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റണം. മിസ്റ്റേക്ക് നമ്പർ 9, ലീവിംഗ് ആൻസേഴ്സ് ബ്ലാങ്ക്. ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അറിയത്തില്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ അതിന്റെ ഫോർമുല അറിയാമെങ്കിൽ അത് എഴുതാം, ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്രാം അറിയാമെങ്കിൽ അത് വരച്ചു വെക്കുക, അതിൽ എന്തെങ്കിലും ഉള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എഴുതി വെക്കാം. ബിക്കോസ് എക്സാമിനേഴ്സ് അവിടെ 1/2 മാർക്കെങ്കിലും തരാണ്ടിരിക്കില്ല. ഇപ്പൊ എം ടി സ്പേസ് ആണെങ്കിൽ അവർക്ക് മാർക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഓബ്വിയസ് ആയിട്ട് അവർ 0 അല്ലേ മാർക്ക് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തറിയാവോ അത് എഴുതി വെക്കാം. മിസ്റ്റേക്ക് നമ്പർ 10, ദ പോസ്റ്റ് എക്സാം ഇൻവെസ്റ്റിഗേഷൻ ടീം. പരീക്ഷയൊക്കെ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു, എക്സാമിനേഷൻ ഹാളിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് തുടങ്ങും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങും, ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ എന്തായിരുന്നടാ, ക്വസ്റ്റ്യൻ നമ്പർ 3ന്റെ ആൻസർ എന്തായിരുന്നു. അപ്പോഴാ പറയുന്നത് അതിന്റെ ആൻസർ തെറ്റാണ് എന്ന്. 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഡൗൺ ആകും. ബിക്കോസ് ആൻസർ തെറ്റിപ്പോയല്ലോ. ലിസൺ കെയർഫുള്ളി. എക്സാം ഒക്കെ ഓവറായി, നിങ്ങൾ പേപ്പറും സബ്മിറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആൻസർ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിലൊരു ചേഞ്ചും വരുത്താൻ പറ്റത്തില്ലല്ലോ. സോ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ പെർട്ടിക്കുലർ ഡേയിലെ ക്വസ്റ്റ്യൻ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം വീട്ടിൽ പോവാം, സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കുക, റിലാക്സ് ചെയ്യുക, and അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് മണിക്കൂർ നമ്മൾ പഠിച്ചു എന്ന് മാത്രം പോരാ ഒരു എക്സാമിന് നല്ലോണം പെർഫോം ചെയ്യാനായിട്ട്, ഇല്ലേ? സ്റ്റുഡൻസ് എപ്പോഴും കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കണം. ബിക്കോസ് ഒരു ടെൻഷൻ പിടിച്ച മൈൻഡിൽ നമുക്ക് ഒന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല. നല്ലോണം ഉറങ്ങുകയും ചെയ്യണം, നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ക്വസ്റ്റ്യൻസ് നല്ലോണം വായിക്കാൻ പറ്റണം, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്സ്. നമുക്കിപ്പോൾ ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യം അറിഞ്ഞിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് എന്തറിയാവോ അത് നല്ലോണം എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. സോ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോഴത്തേക്കും heads up, shoulders relaxed, heart calm, and walk in with confidence, because നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.